സിനിമാ കാഴ്ചയിലേക്കെല്ലാം മാന്യ പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. എബ്രാം ഖുറൈഷിയിൽ നിന്നും വീണ്ടും നമ്മുടെ ലാലേട്ടൻ ഒരു ടാക്സി ഡ്രൈവറായിട്ട് ഈ വരുന്ന 25-ാം തീയതി നമ്മുടെ മുന്നിലേക്ക് എത്തുകയാണ്. തുടരും നമ്മുടെ തരുൺ മൂർത്തി സംവിധാനം ചെയ്ത് 16 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം ലാലേട്ടനും ശോഭനയും ഒന്നിച്ചഭിനയിക്കുന്ന സിനിമയാണ് തുടരും എന്ന സിനിമയുടെ ട്രെയിലർ നമ്മൾ ഓൾറെഡി കണ്ട് അതിൻ്റെ റിവ്യൂ ഒക്കെ നമ്മൾ പറഞ്ഞാണ്. എനിക്കൊരു 90s 80s ആ കാലഘട്ടത്തിലുള്ള ആ ഒരു ലാലേട്ടനെയാണ് എനിക്ക് ആ ഒരു ട്രെയിലറിലുടനീളം കാണാൻ പറ്റിയത്. കാരണം അദ്ദേഹത്തിൻ്റെ ആ ഒരു ബോഡി ലാംഗ്വേജും ആ ഒരു ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ആ ഒരു അഭിനയവും അതുപോലെ തന്നെ അതിനകത്ത് വരുന്ന ചില കൗണ്ടറുകളൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഒരു കുടുംബ പ്രേക്ഷകരെ തിയേറ്ററിലേക്ക് എത്തിക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ആ ഒരു തുടരും അത് നല്ല രീതിയിൽ തുടരും എന്ന് തന്നെയാണ് ഞാനും വിചാരിക്കുന്നത്. എന്തായാലും കഴിഞ്ഞ 2-3 ദിവസങ്ങളായിട്ട് ഫേസ്ബുക്കിലും അതുപോലെ തന്നെ യൂട്യൂബിലൊക്കെ കറങ്ങി നടക്കുന്ന ഒരു വീഡിയോ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. ഒരു പെണ്ണ് ഈ ലാലേട്ടൻ്റെ ഒരു അഭിനയത്തെ കുറിച്ചിട്ട് പറയാം. എനിക്കൊന്ന് പെണ്ണ് ഫെമിനിസ്റ്റ് ആണോ ഇല്ലതിനെ കുറിച്ചിട്ടൊന്നും എനിക്കറിയത്തില്ല. എന്തായാലും പഴയ വീഡിയോ ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. അത് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ ഈ ഒരു വീഡിയോ ഇങ്ങനെ കൂടുതലായിട്ട് കിടന്ന് കറങ്ങുന്നുണ്ട്. എന്തായാലും നമുക്ക് ആ ഒരു വീഡിയോ ഒന്ന് കണ്ടിട്ട് തുടരും എന്ന സിനിമയുടെ കുറച്ച് വിശേഷങ്ങളോട് പറയാനുണ്ട്. നമുക്ക് നേരെ അതിനകത്ത് പോകാം. എനിക്ക് മോഹൻലാലിന്റെ ഈ വൃത്തികെട്ട സിനിമകളൊന്നും ഞാൻ കാണാറില്ല. അത് എനിക്ക് പൃഥ്വിരാജിന്റെ അഭിനയം ഇഷ്ടമുള്ള ആളല്ല. മോഹൻലാൽ എന്ന് പറഞ്ഞൊരു പേടിത്തൊണ്ടരാണ്. എനിക്ക് മോഹൻലാലിന് ഒട്ടും ഇഷ്ടമില്ല. പുള്ളി മണ്ടനല്ലേ. എനിക്ക് പുള്ളി കേരളത്തിലെ എല്ലാ ഫാൻസിനെ അയാൾ വെറുതെ ഒറ്റ കൊടുക്കുന്ന പരിപാടിയാണ്. ടീം എടുത്ത് ചെയ്യുമ്പോൾ ഇങ്ങനെ ശരിക്കും നടന്ന ഒരു ഇത്രയും വലിയൊരു കലാപ്രതി ചെയ്യുമ്പോൾ അവരുടെ ഭാഗത്തു നിന്നുള്ളത് നമുക്ക് ചിന്തിച്ച് പറയാൻ പറ്റില്ല. എങ്കിൽ പോലും ഒരു അവരുടെ സ്വാതന്ത്ര്യമാണ് അത് കട്ട് ചെയ്യപ്പെടുമ്പോൾ അല്ലെങ്കിൽ പക്ഷെ അത് പല ആൾക്കാരും അതിപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ എടുത്തിട്ട് ഇങ്ങനെ ഇടുന്നുണ്ട്. ലാലേട്ടൻ്റെ അഭിനയം എനിക്ക് ഇഷ്ടമല്ല, പൃഥ്വിരാജിനെ എനിക്ക് ഇഷ്ടമല്ല. ആ ഇഷ്ടമുള്ള ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പോൾ ഇഷ്ടപ്പെടേണ്ടവർ ഇഷ്ടപ്പെടട്ടെ, ഇഷ്ടപ്പെടാണ്ടവർ ഇഷ്ടപ്പെടേണ്ട. എബ്രാം ഖുറൈഷി എന്ന ആ ഡോണിൽ നിന്നും ഒരു സാധാ ടാക്സി ഡ്രൈവറായിട്ട് മാറുമ്പോഴത്തേക്കും ആ സിനിമ എത്രത്തോളം പ്രേക്ഷകരെ തൃപ്തിപ്പെടുത്തും എന്നുള്ളത് കാണണമെന്നുണ്ടെങ്കിൽ അറിയണമെന്നുണ്ടെങ്കിൽ ഈ 25-ാം തീയതി വരെ നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ തരുൺ മൂർത്തിയാണ് സിനിമ സംവിധാനം ചെയ്തത്. അതോടൊപ്പം തന്നെ ലാലേട്ടൻ്റെ ഒരു കോംബോ ഈ ഒരു സിനിമയ്ക്കകത്ത് വരുന്നത്. അവരുടെ നരൻ എന്ന സിനിമയ്ക്ക് ശേഷം ഒരു അടിപൊളി പാട്ട് ഈ ഒരു സിനിമയ്ക്കകത്ത് നമ്മുടെ MG ശ്രീകുമാർ പാടിയിട്ടുണ്ട്. ഏതായാലും ട്രെയിലർ ഗംഭീരമായിട്ടുള്ള ട്രെയിലറായിരുന്നു. ആ ട്രെയിലറിനകത്ത് വരുന്ന കൗണ്ടറുകളാണെങ്കിലും ലാലേട്ടൻ്റെ പെർഫോമൻസ് ആണെങ്കിലും നമുക്കൊരു പഴയ ലാലേട്ടനെ തിരിച്ച് കിട്ടുന്ന ആ ഒരു ലെവലിലേക്കാണ് വരുന്നത്. അതിനകത്ത് ആ ഒരു ബോഡി ലാംഗ്വേജ് ഒക്കെ നല്ല ഫ്ലെക്സിബിളായിട്ടാണ് ആ ഒരു ട്രെയിലർ കണ്ടപ്പോൾ തോന്നിയത്. അപ്പോൾ അതുപോലെ തന്നെ ആയിരിക്കും സിനിമയും മുന്നോട്ട്. എനിക്ക് ഒരു ദൃശ്യം സിനിമയുടെയൊക്കെ ആ ഒരു ലെവലിലേക്ക് ഒരു പക്ഷേ ചിലപ്പോൾ ഈ സിനിമ എത്തും. കാരണം ഇതൊരു ഫാമിലി എൻ്റർടൈനർ സിനിമ മാത്രമല്ല, എല്ലാത്തരം ഓഡിയൻസിനും ഇഷ്ടപ്പെടുന്ന തരത്തിൽ അത്യാവശ്യം മാസും ക്ലാസും എല്ലാം ചേർന്നിട്ടുള്ള ഒരു സിനിമയാണ് നമുക്ക് മുന്നിലേക്ക് വരാൻ പോകുന്നതെന്നുള്ള ഒരു വാർത്ത അത് സിനിമയുടെ സംവിധാനമായിട്ടുള്ള തരുൺ മൂർത്തി തന്നെ അത് പങ്കുവച്ചിട്ടുണ്ട്. അപ്പം വളരെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന സിനിമ തന്നെയാണ്. വലിയ ബഡ്ജറ്റിലൊന്നും വരുന്ന സിനിമ അല്ല, ചെറിയ ബഡ്ജറ്റിൽ വരുന്ന ഒരു സിനിമയാണ്. അപ്പോൾ എന്തായാലും സിനിമ കാണാൻ വേണ്ടിയുള്ള ഒരു ആകാംക്ഷയിൽ തന്നെയാണ്. അപ്പോൾ നമ്മുടെ എബ്രാം ഖുറൈഷി നമ്മളെ നിരാശപ്പെടുത്തിയെങ്കിൽ നമ്മുടെ ടാക്സി ഡ്രൈവറായിട്ടുള്ള നമ്മുടെ ലാലേട്ടൻ നമ്മളെ നിരാശപ്പെടുത്തത്തില്ല എന്ന് തന്നെയാണ് എൻ്റെയും ഒരു പ്രതീക്ഷ. എന്തായാലും സിനിമ വിജയിക്കട്ടെ. അപ്പം സിനിമ കാണാൻ വേണ്ടി കാത്തിരിക്കും. സിനിമ കണ്ടതിന് ശേഷം നമ്മളുടെ റിവ്യൂ നമ്മൾ പറയുന്നതായിരിക്കും. സിനിമ പോസിറ്റീവ് ആണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമ്മൾ പോസിറ്റീവ് അഭിപ്രായം തന്നെ പറയും. സിനിമ നെഗറ്റീവ് ആണെന്നുണ്ടെങ്കിൽ എൻ്റെ കാഴ്ചപ്പാടിൽ എനിക്ക് എന്താണ് തോന്നുന്നത് അത് കൃത്യമായിട്ട് പ്രേക്ഷകരിലേക്ക് എത്തിക്കുകയും ചെയ്യും. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിലേക്ക് കാണാം. അതുവരേക്കും എല്ലാവർക്കും